സാറേ, ഇയാൾ യൂബർ വിളിച്ചു. അതിനകത്ത് 19,000 രൂപ വിലയുള്ള എന്തോ മരുന്ന് മറന്നു വെച്ചു. തൻ്റെ ആ വയാഗ്രക്കാരൻ്റെ പരാതിയിലും ഈ പോണോത്ത് ലൈൻ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് തിരിയുന്ന വളവില്ല. ആ, അത് നവംബർ 6 സാറേ, അന്ന് രാത്രി മഴയും ആകെ ഒരു ഹറിബറി ആയിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ഞാൻ വണ്ടി എടുക്കാൻ ചെന്നപ്പോൾ വഴി മുടക്കിയിട്ടൊരു വണ്ടി കിടക്കണ്ടായിരുന്നു. പിന്നെ പിടിയുന്നൊരു യൂബർ എടുത്തിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ കിടക്കണുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ. ആ തിരക്കിനിടയിൽ ബാഗ് എടുക്കാൻ പറഞ്ഞു സാറേ. ഈ വഴിയടച്ച വണ്ടി ആരുടെ ആയിരുന്നു? അത് അറിയില്ല സാർ. ആ വഴിക്ക് ഞങ്ങളൊരു 10-12 വീട്ടുകാരാണ് ഉള്ളത്. വണ്ടി എടുക്കാൻ പറ്റാതായപ്പോൾ ഞാൻ എല്ലാ വീട്ടുകാരെയും വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ അവിടെയെങ്കിലും വന്ന വണ്ടിയല്ല എന്ന് പറഞ്ഞു. ആ കാറിൻ്റെ നമ്പർ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നോക്കിയില്ലായിരുന്നു സാർ. സാർ, പിന്നെ അതൊരു ചുമന്ന മിനി കൂപ്പറായിരുന്നു. ആ, പ്രതിഭത്താനേ സാർ, ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ട് ആ ഏരിയ ഒന്ന് നോക്കണം. ശരി. അന്ന് ആരാ മിനി കൂപ്പറിൽ വന്നതെന്ന് ട്രേസ് ചെയ്യണം സാർ. ഏതെങ്കിലും വീട്ടിൽ CC ക്യാമറ ഉണ്ടാവും. അത് നോക്കിയിട്ട് ആ മിനി കൂപ്പറിൻ്റെ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യണം. ശരി 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 സാർ. സന്ദീപേ, ഞാൻ എന്താ ചെയ്യുകയെന്ന് എനിക്കറിയത്തില്ല. ആകെ പിടിവിട്ട് നിൽക്കുക. അന്ന് ക്വാർട്ടേഴ്സിലുണ്ടായ പ്രശ്നത്തിന്റെ പേര് ശരത്ത് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാനും കാരണക്കാരിയല്ലേ. എനിക്ക് മാത്രമായിട്ട് ഇതിന് രക്ഷപ്പെടണ്ട. എന്നോട് കാണിച്ച സ്നേഹം സത്യമാണെങ്കിൽ ഒളിച്ചിരിക്കാതെ എന്റെ മുന്നിൽ വരാൻ അവനോട് പറ. എന്ത് ശിക്ഷയായാലും ഒരുമിച്ച് സഹിക്കാം. നാളേക്കുള്ളി അവനെ കണ്ടില്ലെങ്കിൽ പിന്നെ അവൻ എന്നെ ഒരിക്കലും കാണില്ല. എന്റെ അച്ചായിയാണ് ഞാൻ ചത്തുകളയും. ഇനി എനിക്ക് വയ്യേ പേടിയും കൊണ്ട് നടക്കാൻ. ഇതാ വണ്ടി, എൻ്റെ കാറാ. ഡ്രൈവറുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് കിട്ടും. ഈ ഇൻസിഡന്റ് നടന്ന രാത്രി ഏതൊക്കെ കാർ എവിടൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും? അതും ഈ കേസായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാനാണ്? ഈ പൊന്നേത്ത് ലൈൻ മിഡിൽ ക്ലാസ്സുകാരുടെ ഏരിയ. അവിടെ ഒരു കാശുകാരൻ്റെ വണ്ടി വരണമെങ്കിൽ കൈക്കൂലിക്കാരനായ CA കാണാൻ ആരോ ഒളിച്ചു വന്നു. അങ്ങനെ ആയിക്കൂടെ? എടോ, ഈ കേസ് കോടതിയിൽ പ്രസന്റ് ചെയ്യേണ്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഞാനാ. തൻ്റെ ഈ തിയറി ഒന്നും അവിടെ വർക്കാവില്ല. ഇതിപ്പോൾ 81-ലെ പാനൂർ സോമൻ കേസ് പോലെ ആവുമെന്നാണ് എൻ്റെ പേടി. CBIക്കാർ നിന്നും അന്വേഷിച്ച് കൊലപാതകമാണ് കണ്ടെത്തി. ഹൈക്കോർട്ടിലെ ജസ്റ്റിസ് KT തോമസ് സാറിൻ്റെ ബെഞ്ചിലെത്തിയപ്പോൾ ആത്മഹത്യയാണ് തെളിയും ചെയ്തത്. തോക്കുന്ന് വെടി പൊട്ടിയില്ലായിരുന്നു. അന്നേരം ഈ കാട്രിജിൻ്റെ അകത്തുള്ള മൊത്തം വെടിമരുന്ന് കത്തില്ല. ഈ കത്താത്ത വെടിമരുന്നിൻ്റെ തരികൾ വൂണ്ടിൻ്റെ ചുറ്റും സ്കിന്നിലുമായിട്ട് തറച്ചിരിക്കും. ഈ ഓംലെറ്റിൽ കുരുമുളക് പൊടി ഇട്ട പോലെ. താൻ ചിരിക്കല്ലടോ. ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർ ഇതിന് പെപ്പറിങ് തന്നെയാണ് പറയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വെച്ച് ബിനു അലക്സ് ആത്മഹത്യ ചെയ്താണെന്ന് കൊള്ളാവുന്നൊരു വക്കീൽ കോടതി കയറുമെന്ന് വാദിച്ചാൽ തൻ്റെ നിക്കറ് കയറും. വൂണ്ടിന് ചുറ്റും കുരുമുളക് പൊടി വട്ടത്തിലിട്ട പോലെ കറുത്തിരുന്നില്ലേ? ഉമ്മ വയ്ക്കുന്ന പോലെയല്ലേ തോക്ക് വെച്ചിരുന്നേ? പോയിന്റ് ബ്ലാങ്കിലും അല്ല. തോക്ക് മുട്ടിച്ച് വെച്ച് കോണ്ടാക്ട് ഷോട്ടിലാണ് വെടിവെച്ചിരിക്കുന്നത്. ബുള്ളറ്റ് കയറിപ്പോയ ട്രാക്കും സൂയിസൈഡ് സ്റ്റൈലാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് വെപ്പൻ്റെ മേലെ മരിച്ച ആളുടെ ഫിംഗർ പ്രിന്റ് മാത്രം. അപ്പോൾ സലാം. ഹലോ വക്കീലേ, നിങ്ങളിന്ന് രാത്രി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു സങ്കല്പിക്കും. ചെയ്യണ്ട, സങ്കല്പിക്കും. നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ട്. നിങ്ങൾ ബെഡ്റൂമിൽ നിൽക്കുകയാണ്. നല്ല മെത്ത വരിച്ച കട്ടിലുണ്ട്, കസേരയുണ്ട്, ബീൻ ബാഗ്. നിങ്ങൾക്ക് അവിടെ കിടന്ന് റിലാക്സ്ഡ് ആയിട്ട് കാഞ്ചു വലിക്കും അല്ലേ? അതോ ആത്മഹത്യ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തോ പണിയുള്ള പോലെ തിടുക്കത്തിൽ നിന്നുകൊണ്ട് വെടിവെക്കൂ? ബിനുവിന്റെ ചെന്നി തുളച്ച ബുള്ളറ്റ് ഭിത്തിയിൽ 6 അടി ഹൈറ്റിലാണ് കൊണ്ടേ എന്ന് വെച്ചാൽ അയാൾ നിന്നുകൊണ്ട് വെടിവെച്ചിട്ട് അയാൾ കസേരയിൽ ഇരുന്നു. അയാൾക്ക് അന്നേരം നിന്നുകൊണ്ട് വെടിവെക്കണം തോന്നി കാണും. താൻ ആത്മഹത്യ ഇരുന്നിട്ട് വെടിവെച്ചടോ. താൻ ആ തമിഴിനെ അറസ്റ്റ് ചെയ്യും. തൻ്റെ എല്ലാ തിയറിയും വർക്കാവും. വലിയ ഡിഫൻസും ഉണ്ടാവില്ല. സ്ട്രോങ് മോട്ടീവും ഭാര്യയുടെ സാക്ഷി മൊഴിയും പ്രോസിക്യൂഷൻ സൈഡും ഓക്കെയാടോ. അത് ഓക്കെയാ.
പക്ഷെ തമിഴിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? മോട്ടീവ് സ്വർണം മാത്രമല്ലെങ്കിലോ? രണ്ടും കൂടി നടുറോട്ട് കിടന്ന് ഷോ കാണിച്ചോണ്ടല്ലോ, ഇവനെ ആൾക്കാർ കണ്ട പണിയാവുന്നു. എടി, നിനക്ക് ഇവനോട് സംസാരിക്കണമെന്ന് ഞാൻ ബാക്കിൽ എങ്ങാനും മാറി സംസാരിക്കും. ബോധല്ലേ നിനക്ക്? സ്റ്റേഷന്റെ മുന്നിൽ വെച്ചിട്ട് ഓരോന്ന്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നുണ്ട്? എന്റെ ലൈഫിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഉണ്ടായിട്ടില്ല. അന്നേരം ഞാൻ ഉള്ളിൽ കരയുമായിരുന്നു. സത്യത്തിൽ താൻ അറിയാത്തൊരു കാര്യത്തിന് വേണ്ടിയാ അന്ന് രാത്രി ഞാൻ ഇറങ്ങിയത്. പക്ഷെ നമ്മൾ തമ്മിലുണ്ടായ ആ മൊമെന്റ്, അത് കഴിഞ്ഞപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ തോന്നിയില്ല. പിന്നെ ഇതൊക്കെ തന്നോട് തുറന്നു പറയണമെന്നും. 2 മണിയാറായി, ഞാൻ ചെല്ലട്ടെ. സുജ, ഈ ദിവസം തീരുന്നതിന് മുമ്പ് എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നെ പിടിച്ചു നിർത്താൻ നമ്മുടെ അടുപ്പ് അറിഞ്ഞപ്പോൾ തൊട്ട് ട്രാവൽസിൽ നിഖിൽ സർ എന്നെ പ്രഷർ ചെയ്ത് തുടങ്ങിയതാ. അങ്ങേറ്റം ഒരു ബാഗ് സ്റ്റഫ് കൊക്കയും മുമ്പ് ബിനു അലക്സ് റെയ്ഡ് ചെയ്ത് പിടിച്ച് അത് മറച്ചു വെക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. CI ക്വാർട്ടേഴ്സിലില്ലാത്ത ടൈം നീ വഴി അറിഞ്ഞ് അവിടെ കയറി ആ ബാഗ് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാ നിഖിൽ സാർ എനിക്ക് ആ മിനി കൂപ്പർ അന്ന് രാത്രി തന്നു. താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. എൻ്റെ ലൈഫിൽ കുറേ ഇഷ്യൂസ്. അന്നേരം ആ ബിനു അലക്സ് കയറി വന്നുകൊണ്ട് തന്നോട് എനിക്കിതൊന്നും പറയാൻ പറ്റിയില്ല. അയാളുമായിട്ട് ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോയതാ. കുറെ ദൂരം ചെന്നപ്പോൾ ഇതിപ്പോ സംഗതി ഈസി ആയില്ലേ? നീ കയറി സ്റ്റഫ് എടുക്ക്. അയാൾ പിടിക്കുകയാണെങ്കിൽ നിനക്ക് അയാളുടെ കൊക്കൈൻ ബിസിനസിന്റെ കാര്യം അറിയാന്ന് പറ. അയാൾ ഇപ്പം എടുത്തോണ്ട് നിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരുന്നു. പൊന്നു മോനെ, വിട്ടുകളയല്ലേ. അയാൾ നാളെ എടുത്ത് മറച്ചു വെക്കുന്നതിന് മുമ്പ് നീ അതെടുത്ത് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സെറ്റാക്കാൻ നോക്ക്. അന്ന് രാത്രി ഞാൻ അവിടെ പോയത് ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. പിന്നീട് പോലീസ് അന്വേഷിക്കുമ്പോൾ തനിക്കൊരു പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ എങ്ങോട്ടെങ്കിലും മാറിപ്പോവാൻ നോക്കിയത്. അല്ലാതെ നീ അല്ലെങ്കിൽ പിന്നെ ആരാ? ആ തമിഴനാണോ? എനിക്കറിയില്ല സുജ, ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ല. പക്ഷെ ആ തമിഴിനെ അറിയത്തില്ലെന്ന് നീ കള്ളം പറഞ്ഞതല്ലേ? ആരോനെ എനിക്കറിയാം. ഞങ്ങൾ 2.5 കൊല്ലം ചെന്നൈയിലൊരു ജുവനൈൽ ജയിലിൽ ഒന്നിച്ച് കിടന്നിട്ടുള്ളതാ. ജയിലിൽ